സർക്യൂട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് കറണ്ട് കാണാൻ വോൾട്ടേജ് കാണാനൊക്കെ ഈ ഫിഗറിൽ നിന്നാണ്. അപ്പോൾ ഫിഗറിൽ ആദ്യം തന്നെ V1 V2 V3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം Z1 Z2 Z3 എന്ന് എഴുതുന്നു. Z1 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് J3 ആണ്. ശ്രദ്ധിക്കുക, J3 എന്ന് എഴുതുമ്പോൾ പ്ലസ് ഇടാനുള്ള കാരണം അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയതുകൊണ്ടാണ്. അവിടെ ഇൻഡക്റ്ററിന്റെ ചിഹ്നമാണ് 3 എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അതിനാദ്യമേ ഞാൻ അങ്ങ് പോളാർ ഫോമിലേക്ക് മാറ്റുന്നു. കുറേ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. √4² പ്ലസ് 3² ടാൻ ഇൻവേഴ്സ് 3/4 5 ആംഗിൾ 36.9. Z2 എന്ന് പറയുന്നത് 6 പ്ലസ് J8 പറ്റൂല, കപ്പാസിറ്റർ ഇട്ടുകൊണ്ട് തന്നെ 6 മൈനസ് J8 എഴുതണം. √R² പ്ലസ് 8² ടാൻ ഇൻവേഴ്സ് -8/6 10 ആംഗിൾ -53.13 ആണ്. Z എന്ന് പറയുന്നത് 4 മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ആണ്. ഇപ്പം 4 പ്ലസ് J0 4 ആംഗിൾ 0 എന്ന് കിട്ടുന്നു. ടോട്ടൽ ഇമ്പിഡൻസ് കാണാൻ വേണ്ടി Z1 പ്ലസ് Z2 പ്ലസ് Z3 ചെയ്യുന്നു. പോളാറിട്ട് ആഡ് ചെയ്യാൻ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് റെക്റ്റാങ്കുലർ തന്നെ 4 പ്ലസ് J3 4ഉം 6ഉം കൂടി കൂട്ടിയാൽ 10 ആയി. 10നോട് 4 കൂട്ടിയാൽ 14 ആയി. ഇതെല്ലാം കൂടി ചേർത്ത് 14 ആയി. പിന്നെ ഉള്ളത് 3ഉം മൈനസ് J8 ആണ്. പ്ലസ് J3 പ്ലസ് മൈനസ് J8 ആണ്. അപ്പോൾ വലുത് മൈനസ് J8 ആയതുകൊണ്ട് കുറച്ചു. അപ്പോൾ കിട്ടിയത് 5 8 3 പോയ 5 മൈനസ് വലുതിൻ്റെ ചിഹ്നം -8 J അവിടെ തന്നെ ഇടുകയും ചെയ്തു. അതിനെയും ഞാൻ എന്തിലേക്ക് മാറ്റുന്നു? റെക്റ്റാങ്കുലറിലേക്ക് മാറ്റുന്നു, പോളാറിലേക്ക് മാറ്റുന്നു. √4² പ്ലസ് 5² ടാൻ ഇൻവേഴ്സ് -5/4 അപ്പോഴും 14.87 മൈനസ് 19.62 ആണ്. ഇപ്പം ഇമ്പിഡൻസ് ആയി, ടോട്ടൽ ഇമ്പിഡൻസ് ആയി. വോൾട്ടേജ് എന്ന് പറയുന്നത് 100 ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 100/114.87 മൈനസ് 19.65. ഇപ്പം എനിക്ക് എളുപ്പത്തിൽ പരിപാടി നടക്കുന്നുള്ളതുകൊണ്ടാണ് ഈ പോളാർ ഫോമിൽ ഡിവൈഡ് ചെയ്തത്. കാരണം 100/14.5 ചെയ്താൽ മതി, 14.87 ചെയ്താൽ മതി. അപ്പോൾ 6.73 കിട്ടും. ആംഗിൾ ഈ മൈനസ് മുകളിലോട്ട് ചെല്ലുമ്പോൾ പ്ലസ് ആവും. കാരണം ഇവിടെ ഈ സർക്യൂട്ട് മൊത്തം നോക്കിയാൽ അറിയാം 8 ഓം എന്ന് അറിയുന്ന കപ്പാസിറ്ററാണ് കൂടുതൽ. ദെൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു Z1 ആണ്. I ഓൾറെഡി 6.73 ഇൻറ്റു ആംഗിൾ 19 ആണ്. അതിന് 5 ഇൻറ്റു 36.9 5 ആംഗിൾ. അപ്പോൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, 36.55 വരും. ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 19.95 കൂട്ടണം 36.9 കൂട്ടിയാൽ 56.55 കിട്ടും. ഇനി പഴയ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് തന്നെ മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 33.65 കോസ് 56.55 പ്ലസ് J 33.65 സൈൻ 56.55 ചെയ്താൽ വാല്യൂ കിട്ടും 18.54 പ്ലസ് J 28.07. V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു Z2 ആണ്. I എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാല്യൂ തന്നെയാണ് 6.73 ഗുണം 10 67.3 ആയി. ആംഗിൾ എന്ന് പറയുന്നത് 19.65 മൈനസ് 53.13 ആണ്. അപ്പോൾ അത് തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുമ്പം വലിയതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് കുറച്ച് മൈനസ് 33.48 എന്നായി. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് അവിടെ പ്ലേസ് ചെയ്തു. 67.3 കോസ് മൈനസ് 33.48 പ്ലസ് J 67.3 സൈൻ മൈനസ് 34.38 ദാറ്റ് ഈസ് 56.38 പ്ലസ് J മൈനസ് 37.04 ആണ്. ആ മൈനസിന് ഇവിടെ എഴുതുന്നതാണ് നല്ലത്. മൈനസ് ആയത് മൈനസ് നമുക്ക് അങ്ങോട്ട് മാറ്റി.
അപ്പുറത്ത് എഴുതി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജെ മൈനസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പോലെ ആവും. ജേനെയും ഒരു നമ്പർ ഒരു ലെറ്റർ ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ട് അത് വേണ്ട. സോ സ്റ്റാൻഡേർഡ് ഫോം 56 - 1 - 8 - J 37.04 ആണ്. ഇനിയുള്ളത് V3 ആണ്. ദാറ്റ് ഈസ് I ഇൻറ്റു Z3 ആണ്. I എന്ന് പറയുന്നത് 6.73 ആണ്. ഇൻറ്റു 4 ചെയ്താൽ 26.92 കിട്ടും. 6.73 ഇൻറ്റു 4ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 19.5 തന്നെ. അതിനെ നേരത്തെ ചെയ്ത പോലെ അടുത്ത 2 പ്രാവശ്യം കാണിച്ചു തന്നു. അപ്പം ഇനി അത് ആവശ്യമില്ല. 25.35 പ്ലസ് J 9.3 കിട്ടും. പവർ അബ്സോർബ് ടോട്ടൽ സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് പവർ അബ്സോർബ് കാണാൻ വേണ്ടി ഓരോ പവറും ആദ്യം കാണും. ഓരോ പവറും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഈച്ച് പവർ. P1 എന്ന് പറയുന്ന ഫസ്റ്റ് സർക്യൂട്ട് Z1 ഉണ്ടാക്കുന്നത് പവർ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ 6.73 ഇൻറ്റു 4 ഉള്ളൂ. 181.13 ആവും. പവർ 2 എന്ന് പറയുന്നതും 6.73 ഇൻറ്റു അതിൻ്റെ 6ആണ് വരിക. 6 മാത്രം ഉപയോഗിച്ചാൽ മതി, റെസിസ്റ്റർ മാത്രം. അപ്പോൾ 271.74 ആവും. P3 എന്ന് പറഞ്ഞാൽ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4ആണ്. 6.73 ഇൻറ്റു 4ആണ്. 181.13 ആണ്. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടും. 181.13 271.4 271.74 18.13 164 വോൾട്ട് അല്ല, വാട്ടാണ്. വാട്ടാണ്. So thank you for watching this video.